ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിനെ പറ്റിയാണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ചെടികളൊക്കെ എളുപ്പം പൂക്കാനും പിന്നെ കായ് പിടിക്കുന്ന ചെടികൾക്കൊക്കെ പെട്ടെന്ന് കായ് പിടിക്കാനും ഒക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് NPKയുടെ ഒരു വളമാണ്, അതായത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വളം. അപ്പോൾ നമ്മൾ പഴത്തൊലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഴത്തൊലി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതായത് ലിക്വിഡ് ഫെർട്ടിലൈസർ. നമ്മൾ ശരിക്കും പഴത്തോല് നേരെ ചെടിയുടെ അടിയിലിട്ടാൽ പലതരം ഇൻഫെക്ഷൻസ് ചെടിക്ക് വരും. ഒന്നുകിൽ ഉറുമ്പിൻ്റെ ശല്യം വരും, അല്ലെങ്കിൽ അതെല്ലാം അഴുകി ചെടിയുടെ വേരിന് കേടുപറ്റും. നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെടിയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് കീടബാധയൊന്നും ഏൽക്കുകയുമില്ല. അപ്പോൾ ഞാനിവിടെ 3 ചെറിയ പഴത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നേന്ത്രപ്പഴത്തിൻ്റെ തന്നെ അധികം വലിപ്പമില്ലാത്ത 3 പഴത്തിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിത് കളക്ട് ചെയ്ത് വെച്ച് ഒരുമിച്ച് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 പഴത്തിൻ്റെ തൊലി ഇതാദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴത്തിൽ നിങ്ങൾക്കറിയാം, പഴത്തിൻ്റെ തൊലിയിലൊക്കെ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. നമ്മൾ ധാരാളം പൂച്ചെടികൾക്കും പിന്നെ പച്ചക്കറികൾക്കൊക്കെ NPK വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, അതാണ് NPKയുടെ ഒരു കണ്ടൻസ്. അപ്പോൾ അതിൽ തന്നെ നൈട്രജൻ നമുക്ക് ചെറിയ ചെടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ പിന്നെ പൊട്ടാസ്യം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഫലം ചെയ്യും, അതായത് മെച്യൂറായ ചെടികൾ. പിന്നെ ഫോസ്ഫറസ് നന്നായിട്ട് വേരുകൾക്ക് ശക്തി കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു 3ൻ്റെയും ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. ഈ പഴത്തൊലി കൂടാതെ നമുക്ക് ഉള്ളിത്തൊലിയിലും പൊട്ടാസ്യത്തിൻ്റെ അളവുണ്ട്, പക്ഷെ അതിലധികം സൾഫറാണ്. അപ്പോൾ ഉള്ളിത്തൊലി കൊണ്ടുണ്ടാക്കുന്ന വളത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, 3 തരത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിലൊന്ന് കാണാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ പൊട്ടാസ്യം വളം നമ്മുടെ ചെടികൾക്ക്, അതായത് മെച്യൂറായ ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ധാരാളം പൊട്ടാസ്യം അടങ്ങിയതാണ് പഴത്തിൻ്റെ തൊലി. ഏതുതരം പഴത്തിൻ്റെ തൊലിയും നമുക്ക് ഉപയോഗിക്കാം. അധികവും ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പഴത്തിൻ്റെ തൊലിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചെറിയ പീസായിട്ട്. അപ്പോൾ നമ്മൾ ഈ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വളമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ വേറൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിത്തൊലിയും കൂടി ഇട്ടിട്ട്, അല്ലെങ്കിൽ മുട്ടയുടെ തോട് പൊടിച്ചത് ചേർത്ത് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വെറും പഴത്തൊലി വെച്ചിട്ട് എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒത്തിരി കൂടി പഴുത്ത പഴത്തിൻ്റെ തൊലിയായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് അഴുകി കിട്ടും. പിന്നെ ഈ പഴത്തിൻ്റെ തൊലി നമ്മൾ 3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അഴുകാൻ വേണ്ടി ഈസ്റ്റ് ചേർക്കുന്നവരുമുണ്ട്. ഈസ്റ്റ് ചേർത്ത് നമുക്കത് പുളിപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിക്കണമെങ്കിൽ അതും ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് വെള്ളവും നമ്മുടെ പഴത്തൊലിയും മാത്രം ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് കാലാവസ്ഥ വ്യത്യാസങ്ങൾ ഉണ്ട്. ദിവസവും തണുപ്പും വെയിലും ഒക്കെ മാറി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടിക്കൊക്കെ ഗ്രോത്തിനൊക്കെ വളരെ ബാധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാട്ടറിങ് പിന്നെ സൺലൈറ്റ് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഫെർട്ടിലൈസറും കൂടി യൂസ് ചെയ്താലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കാണുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു കുപ്പി എടുത്തിട്ട്, പഴയൊരു ബോട്ടിൽ എടുത്തിട്ട്, ഇത് വളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പഴയ പാത്രമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിത്തൊലി കൊണ്ട് ഉള്ള വളവും ഇങ്ങനെ തന്നെയാണ്. ഉള്ളിത്തൊലി ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇപ്പോൾ ഇത് 3 പഴത്തിൻ്റെ തൊലിയേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, അടിഭാഗം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ അടച്ച് വെക്കണം. നന്നായി അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ കുലുക്കി അതൊന്ന് മിക്സ് ആവുന്ന പോലെ കുലുക്കുക. എന്നിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം ഒരു ഭാഗത്ത് അനക്കാതെ. ഇനി ഇതല്ലാതെ ഈ പഴത്തിൻ്റെ തൊലി തിളപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വളം ഉണ്ടാക്കാം.
അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇനി ഇതൊരു അനക്കാതെ ഒരു ദിവസം വയ്ക്കുക. ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എടുത്തിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ അഴുകി അതിൻ്റെ നിറം മാറി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് കുലുക്കിയിട്ട് വീണ്ടും എടുത്ത് വയ്ക്കാനാണ് പോണത്. അപ്പോൾ ശരിക്കും ഈ പഴത്തിൻ്റെ തൊലിയിൽ നിന്നുള്ള സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണം. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതൊന്ന് തുറന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, കുറച്ച് നല്ല ക്ലൗഡി ആയിട്ടുണ്ടാവും വാട്ടർ. അതിലേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കുറച്ച് അഴുകിയിട്ടുണ്ടാവും. നന്നായി കുലുക്കിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അഴുകുന്ന ഒരു ചെറിയ സ്മെല്ല്, അതായത് ഫെർമെൻറ്റേഷൻ നടന്ന് അതിനാവശ്യമുള്ള ബാക്ടീരിയാസൊക്കെ അതിലുണ്ടായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിങ്ങനെ നമ്മളൊരിക്കലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാൻ പാടില്ല. നമ്മളിത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് അരിച്ചെടുക്കാം. ഇതല്ലാതെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് തിളപ്പിച്ച് അതിൻ്റെ നീര് ഊറ്റിയെടുത്ത് അതല്ലെങ്കിൽ പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന വളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പഴത്തൊലി ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ നിന്ന് ഉള്ള വളം. അപ്പോൾ അതല്ലാതെ ഇങ്ങനെ ഇതിൻ്റെ തോലൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം അധികം പഴുപ്പെത്താത്തൊരു പഴം ആയതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് അഴുകിയിട്ടില്ല. എന്നാലും അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അരിച്ചു വെച്ച ഈ ഒരു ചണ്ടി നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരളവ്. നമ്മൾ ഈ കുപ്പിയുടെ പകുതിയിൽ കുറച്ചധികം വെള്ളം എടുത്തിരുന്നു. അതായത് ഈ ഒരു കപ്പിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്കിപ്പോൾ വളം കിട്ടിയിട്ടുണ്ട്. ഇതൊരു 500 ml കപ്പായിരിക്കും. അതിൻ്റെ ഒരു പകുതി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പഴത്തിൻ്റെ ഈ തൊലി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെടികളിലൊന്നും കൊണ്ടുപോയിടരുത്. ഉറുമ്പ് വരികയോ അങ്ങനെ അല്ലെങ്കിൽ ചീഞ്ഞു പോയിട്ടൊക്കെ നമ്മൾ വാട്ടറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചീഞ്ഞ് വേരിനൊക്കെ കേടുപറ്റും. അങ്ങനെ ചെടി നശിച്ചു പോകും. അപ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ചെടികളുണ്ടാവുമല്ലോ, ഉറുമ്പ് ശല്യമൊന്നും വല്ലാതെ എഫക്റ്റ് ചെയ്യാത്ത ടൈപ്പ്, അതായത് ചെമ്പരത്തി പോലത്തെ ചെടികൾ, അതല്ലെങ്കിൽ നമുക്ക് കറിവേപ്പിൻ്റെ അടിയിലോ പപ്പായയുടെ അടിയിലോ ഒക്കെ ഇങ്ങനെ ഇത് കൊണ്ടുപോയിടാം. ഇനി അതല്ലാതെ നമുക്ക് പഴത്തൊലി ഇത് ഉണക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഈ വളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു 1.5 കപ്പ് വെള്ളം ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1 കപ്പും പിന്നെ ഒരു അരയും കൂടി. അപ്പോൾ ടോട്ടലി നമുക്ക് ഇതിലൂടെ ഒഴിക്കുമ്പോൾ 2 കപ്പ് വെള്ളമായിരിക്കും ഉണ്ടാവുക, വളമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഇത് വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ വെള്ളം നനച്ച് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ വളം ഒന്നാമത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അത് വേരിലൂടെ വലിച്ചെടുത്തിട്ട് വേണം ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി അത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനൊരു ആന്തൂര്യത്തിൻ്റെ ചെടിയിലാണ് ഒഴിക്കുന്നത്. ഇത് ഇതുവരെ പൂത്തിട്ടില്ല, ചെറിയൊരു തൈയാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ മണി പ്ലാന്റിൽ എല്ലാ തരത്തിലുള്ള ചെടികളിലും നമുക്ക് ഉപയോഗിക്കാം. ഇലച്ചെടികളിലും പൂക്കുന്ന ചെടികളും, ഇനി പൂക്കാത്ത ചെടികളാണെങ്കിലും കുഴപ്പമില്ല. കായ പിടിക്കാൻ വേണ്ടി നമുക്ക് മുളകിൻ്റെ തൈയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ വളങ്ങളും ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ സമയം വൈകുന്നേരമാണ്. നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇനി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കുകയോ വീണ്ടും ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.